ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മാർഗൻ എന്ന ഒരു കിടിലൻ ത്രില്ലർ മൂവിയാണ്. മനുഷ്യ ശരീരത്തിൽ ഒരു പ്രത്യേകതരം രാസവസ്തു കുത്തിവെച്ച് ശരീരം മുഴുവൻ കറുത്ത നിറത്തിലാക്കി കൊല്ലുന്ന ഒരു കില്ലറിന്റെ കയ്യിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട നായകനും ആ നായകൻ കില്ലറെ തേടി ഇറങ്ങിയാണ്. അപ്പൊ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ വെണ്ണില എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളുടെ ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നിടത്ത് നായകനായ ധ്രുവും അയാളുടെ ടീമും അവളെ ഫോളോ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവർ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഫോളോ ചെയ്യുന്ന പോലെ ആ വെണ്ണിലെ കില്ലറും ഫോളോ ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് അവൾക്ക് ഒരു അപകടവും പറ്റാതെ നമ്മളെ രക്ഷിക്കണം. ആ സീനിൽ നിന്നും കഥ കുറച്ച് ബാക്കിലേക്ക് പോവുകയാണ്. രമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാകട്ടെ അവളുടെ ബോയ് ഫ്രണ്ട് കാർത്തികിനോട് ബൈ പറഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് നടന്നു പോകുന്നു. കാർത്തിക് അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ബൈക്കുമായിട്ട് പോയി. എന്നാൽ അവൾ നടന്നു വരുന്ന വഴിക്ക് ഒരു റെഡ് ലൈറ്റ് അവിടെ ഉണ്ടായിരുന്ന സ്ട്രീറ്റിൽ പോയിന്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മുകളിലായിട്ട് ഒരു മൂങ്ങയും ഇരിക്കുന്നു. കറക്റ്റ് അവൾ ആ റെഡ് സ്പോട്ടിലേക്ക് വന്നതും ആരും അവളെ ആക്രമിക്കുന്നു. മുഖംമൂടിധാരിയായ ആ വ്യക്തിയാകട്ടെ അവളുടെ കഴുത്തിലേക്ക് എന്തോ ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്യുകയാണ്. അടുത്ത നിമിഷം അവളുടെ ശരീരം മുഴുവൻ കറുത്ത നിറമായി മാറുകയും അവൾ മരിക്കുകയും ചെയ്യുന്നു. കില്ലർ പിന്നീട് രമ്യയുടെ ബോഡി എടുത്തുകൊണ്ട് വന്ന് കാറിന്റെ ഡിക്കിയിലേക്ക് ഇടുന്നു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോഴാണ് രമ്യയുടെ കഴുത്തിൽ നിന്നും ആ മാല തെറിച്ച് തൊട്ടടുത്തുള്ള പുല്ലിന്റെ മുകളിലേക്ക് വീണത് കില്ലർ ഓർക്കുന്നത്. കറക്റ്റ് ആ സമയത്ത് തന്നെ അതുവഴി ഒരു പയ്യൻ കടന്നു വരുന്നു. ആ പയ്യൻ ജോഗ് ചെയ്തുകൊണ്ട് വരുന്നതിന്റെ ഇടയ്ക്ക് ഈ രമ്യ മരിച്ച ആ ഒരു സ്പോട്ടില്ലേ അവിടെ വന്നൊന്ന് കുനിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒന്ന് റിലാക്സ് ആയി നിൽക്കുന്ന സമയത്ത് അവൻ ആ വെള്ളത്തില് എന്തോ കാണുന്നുണ്ട്. അപ്പോഴേക്കും ഒരു മൂങ്ങ അവന്റെ അടുത്തേക്ക് വരികയും അവൻ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ അവിടെയെല്ലാം തന്നെ വൃത്തിയാക്കാൻ വന്ന ജോലിക്കാര് ഈ പെൺകുട്ടിയുടെ ബോഡി അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ബിന്നിൽ നിന്നും കണ്ടെത്തുന്നതാണ്. അങ്ങനെ പോലീസുകാർ വരികയും ആ കൊലപാതകത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവിടെ നടന്ന ഈ കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ മുംബൈയിൽ താമസിക്കുന്ന നായകനായ ധ്രുവിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നു. അയാൾ അത് കണ്ടതും ആകെ ഷോക്കായി. നായകനെ കാണിക്കുമ്പോൾ തന്നെ അയാളുടെ ശരീരത്തിന്റെ ഒരു ഭാഗവും ഇതുപോലെ തന്നെ കറുത്തിരിക്കുകയായിരുന്നു. ഈ സമാനമായ സംഭവം അയാളുടെ ലൈഫിലും അയാൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അയാളുടെ സ്വന്തം മകളും ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് കൊല്ലപ്പെട്ടത്. അന്ന് ഈ കേസിന്റെ അന്വേഷണമൊക്കെ നടത്തിയത് കാരണം അയാൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുംബൈയിലുള്ള ധ്രുവിനെ ചെന്നൈയിൽ നിന്നും കുറച്ച് പോലീസുകാരെ കോൺടാക്ട് ചെയ്യുന്നു. അവരെ സംബന്ധിച്ച് ഈ കേസിന് ഒരു തുമ്പും കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അൺഒഫീഷ്യലായിട്ട് ധ്രുവിന്റെ ഹെൽപ്പ് അവർ സ്വീകരിക്കുകയായിരുന്നു. അവനോട് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തിട്ട് ഈ കേസ് അന്വേഷിക്കാൻ പറയുമ്പോൾ അവന് പഴയതുപോലെ പോലീസിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അൺഒഫീഷ്യലായിട്ട് തന്നെ ചെയ്യാമെന്നാണ് അയാൾ പറയുന്നത്. ഈ കേസ് അന്വേഷണത്തിൽ ധ്രുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രുതി എന്ന പോലീസുകാരിയും കാളി എന്ന പോലീസുകാരനും കൂടെ ഉണ്ടായിരുന്നു. ആ ബോഡി കിട്ടിയ സ്ഥലം അയാൾ ആദ്യം പോയി കാണുന്നു. അതിനുശേഷം മരിച്ച രമ്യയുടെ FB പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ രമ്യ മരിച്ച അന്ന് രാത്രി 2:30 AM അവൾ മരിച്ചു കിടക്കുന്ന ആ ഫോട്ടോ ആരോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കില്ലർ തന്നെയായിരിക്കും. അന്ന് അവളുടെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് അവൾ കൊല്ലപ്പെട്ടത്. ആ ഫോട്ടോസും അതിലുണ്ടായിരുന്നു. ആ ഫോട്ടോസിൽ നിന്നും അവളുടെ കാമുകനായ കാർത്തികിനെ കണ്ടുപിടിച്ച് അവർ അവനോട് സംസാരിക്കാൻ ചെല്ലുന്നു. അയാൾ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അന്ന് ബർത്ത്ഡേ ദിവസം ഇവർ രണ്ടുപേരും ചേർന്നെടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ ഇവർ ചെക്ക് ചെയ്യുന്നു. അതിൽ ആദ്യത്തെ ഫോട്ടോയിലൊന്നും തന്നെ അവളുടെ കഴുത്തിൽ ഇല്ലാത്ത ഒരു പെൻഡന്റ് അവളുടെ കഴുത്തിൽ പിന്നീടുള്ള ഫോട്ടോകൾ കണ്ടപ്പോൾ അതിനെപ്പറ്റി ധ്രുവ് ചോദിക്കുന്നു. കാർത്തിക് പറയുന്നുണ്ട് ബർത്ത്ഡേ പ്രസന്റ് ആയിട്ട് ഞാനാണ് അവൾക്കത് കൊടുത്തതെന്ന്. നിങ്ങളത് എവിടെന്നാ വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഫോറിനുള്ളൊരു ഫ്രണ്ട് വഴി ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണെന്നാണ് അയാൾ പറയുന്നത്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ അയാൾ പറയുന്നില്ല. പക്ഷേ മരണശേഷം എവിഡൻസ് കളക്ട് ചെയ്ത സമയത്ത് രമ്യയുടെ ശരീരത്തിൽ നിന്നും ഈ ഒരു പെൻഡന്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മിസ്സിംഗ് ആണ്. മിക്കവാറും അത് കൊലയാളി തന്നെ എടുത്തിട്ടുണ്ടായിരിക്കാം. കാർത്തിക് രമ്യയെ വീടിനടുത്ത് ഡ്രോപ്പ് ചെയ്യുന്നത് രാത്രി 10:30 രമ്യ അതുവഴി നടന്നു പോയ സമയത്തുള്ള CCTV ഫുട്ടേജ് അവർ ചെക്ക് ചെയ്യുന്നു. ആ ഏരിയ പോയി പരിശോധിക്കുകയും ചെയ്യുന്നു. രമ്യ സ്ട്രീറ്റിലേക്ക് കയറുന്നതിന് 20 മിനിറ്റ് മുമ്പ് ഒരു കാർ ആ സ്ട്രീറ്റിലേക്ക് എൻട്രി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാറിന്റെ നമ്പർ പ്ലേറ്റും ഫേക്ക് ആയിരുന്നു. അതിന്റെ കളറും ഫേക്ക് ആയിരുന്നു. ആ ഒരു മോഡൽ കാറ് ബ്ലാക്ക് കളറിൽ സിറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സ്ട്രീറ്റിനുള്ളിലേക്ക് കയറിയ കാറ് പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. അത് CCTVയിലില്ല. കൂടുതൽ ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം 10:46 ആ ഒരു സ്ട്രീറ്റിലൂടെ ഒരു പയ്യൻ ജോഗ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അവൻ ആ ഏരിയയിൽ കുനിഞ്ഞു നിൽക്കുകയും അവിടെ മുകളിലുണ്ടായിരുന്ന ഒരു മൂങ്ങ വന്നിട്ട് അവനെ ആക്രമിക്കുകയും ചെയ്യുന്നു. അത് കഴിയുമ്പോൾ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോയി. ആ വ്യക്തി ആരാണെന്നോ അവന്റെ മുഖവും ഒന്നും തന്നെ വ്യക്തമായില്ല. ആ ഏരിയയിൽ പല റൂട്ടിലും അവൻ ഓടുന്നതായിട്ട് കുറച്ച് ഫുട്ടേജ് കൂടി അവർക്ക് കിട്ടുന്നു. അവർ ആ ഏരിയയിൽ നേരിട്ട് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം പരിശോധിക്കുന്നു. രമ്യ പോകുന്നതോ പയ്യ ഓടുന്നതെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു CCTV ഫുട്ടേജിൽ നിന്നാണ് കിട്ടിയത്. അവിടെ ഒരു അക്വേറിയം കൂടി ഉണ്ട്. അവിടുത്തെ CCTV ഫുട്ടേജ് കൂടി കിട്ടിയെങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. പക്ഷെ അവിടെയുള്ള ഓണറിന് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ അറിയില്ല. അയാളുടെ മകനായിരുന്നു കമ്പ്യൂട്ടർ എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. മകൻ വന്ന ഉടനെ എടുത്തു തരാമെന്നാണ് അയാൾ പറയുന്നത്. ധ്രുവും ടീമും ആകട്ടെ ആ ജോഗിങ്ങിന് പോയ പയ്യൻ ഓടുന്ന റൂട്ടിലൂടെ തന്നെ സഞ്ചരിക്കുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു അംബാസഡർ കാറിന്റെ ബാക്കിലായിട്ട് മരിച്ചുപോയി രമ്യയുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു പെൻഡന്റിന്റെ തന്നെ ആകൃതിയിൽ ഒരു ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത് കാണുന്നു. അവരവിടേക്ക് വന്ന് നോക്കുമ്പോഴേക്കും ഒരു വയസ്സായ മനുഷ്യൻ ആ കാർ എടുത്തുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. അയാളെ ഫോളോ ചെയ്ത് പിടിച്ച് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ചോദിക്കുന്നു. എന്നാൽ അതിന്റെ ബാക്കിൽ ആരാണത് വരച്ചതൊന്നും തന്നെ അയാൾക്കറിയില്ല. തൽക്കാലം ധ്രുവാകുടെ ഒരു ഫിംഗർ പ്രിന്റ് അനാലിസിസിനെ വിളിച്ചിട്ട് ആ കാറിലുള്ള കംപ്ലീറ്റ് ഫിംഗർ പ്രിന്റ്സും കളക്ട് ചെയ്യുന്നു. അങ്ങനെ കളക്ട് ചെയ്ത ഫിംഗർ
പ്രിന്റ് വെച്ചിട്ട് അവരുടെ ഡേറ്റാബേസിലുള്ള കുറ്റവാളികളുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുന്നു. അതിലൊരു മാച്ചിങ് ഫിംഗർ പ്രിന്റ് അവർക്ക് കിട്ടുന്നുണ്ട്. തമിഴറിവ് എന്ന് പറയുന്ന ഒരു പയ്യന്റേതായിരുന്നു ആ ഒരു ഫിംഗർ പ്രിന്റ്. കുറച്ചുനാൾ മുമ്പ് ഒരു ഡ്രഗ് സ്മഗ്ലിംഗ് കേസിൽ പിടിക്കപ്പെട്ട പയ്യനാണ്. അങ്ങനെ ആ പയ്യന്റെ അഡ്രസ് എടുക്കുമ്പോൾ മരിച്ചുപോയ രമ്യയുടെ ഏരിയയിൽ തന്നെയുള്ളതായിരുന്നു ആ അഡ്രസ്സും. ഇനി ഇവർ അന്വേഷിക്കുന്ന തമിഴറിവിനെയാണ് പിന്നീട് കാണിക്കുന്നത്. അവനൊരു സിമ്മർ ആയിരുന്നു. ഏതോ വലിയ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാര് അവനെ ട്രേസ് ചെയ്ത് കൈയോടെ പിടിക്കുന്നു. തന്നെ എന്തിനാണ് പോലീസുകാർ പിടിച്ചതെന്ന് പോലും അവന് മനസ്സിലായില്ല. അവർ കൂടുതലൊന്നും പറയാതെ അവനെ ഒരു റൂമിൽ കൊണ്ടിരുത്തിയിട്ട് അവന്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം തന്നെ വാങ്ങി വെക്കുന്നു. കുറച്ചുനേരം അവനോട് ഒന്നും സംസാരിക്കാതെ തന്നെ ഇരിക്കുകയാണ്. അതിലൂടെ അവന്റെ റിയാക്ഷൻസ് എന്താണെന്നും അവൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ അവർ മനസ്സിലാക്കിയായിരുന്നു. 6 മണിക്കൂറെങ്കിലും അവനെ അങ്ങനെ തന്നെ ഒരു രീതിയിലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ അവന്റെ ഉള്ളിലുള്ള ഡെവൽ പുറത്തു വരുമെന്നാണ് ധ്രുവ് പറയുന്നത്. ഒരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷനും അവന് പാടില്ല. അങ്ങനെ മണിക്കൂറുകളോളം അറിവ് എന്താണ് ആ റൂമിൽ ചെയ്യുന്നതെന്ന് അവർ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. ഒരു ക്യാനിലുണ്ടായിരുന്ന വെള്ളം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുന്നുണ്ട്. അവനൊരു സഹോദരി മാത്രമേ ഉള്ളൂ, അഖില എന്നാണ് അവളുടെ പേര്. അവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുക്കാനും ധ്രുവ് പറയുന്നു. കുറെ നേരം തന്നെ തുറന്നുവിടുന്ന് പറഞ്ഞിട്ട് അവൻ ബഹളം ഉണ്ടാക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഭിത്തിയിൽ എന്തൊക്കെയോ വരയ്ക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ പോയി വെള്ളം കുടിക്കുന്നുണ്ട്. ഏകദേശം ആ ക്യാനിലുള്ള വെള്ളം തീരാറായി. പിന്നിടയ്ക്ക് അവൻ എന്തോ ഒരു സിദ്ധ സോങ് പാടുന്നു. കുറച്ചു കഴിയുമ്പോൾ അവന് കഴിക്കാൻ വേണ്ടി ആഹാരം കൊടുക്കുന്നു. പക്ഷെ അവൻ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എന്റെ ബാഗിൽ എന്റെ മെഡിസിൻ ഉണ്ട്, അതെനിക്ക് വേണോ ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്ന്. അവന്റെ ബാഗിൽ നിന്നും അവൻ കഴിക്കുന്ന മെഡിസിൻ എടുത്തിട്ട് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അത് മെമ്മറി റിലേറ്റഡ് പ്രോബ്ലംസിന് വേണ്ടി കഴിക്കുന്ന മെഡിസിൻ ആയിരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ട് അവൻ ഭിത്തിയിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം വരയ്ക്കുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് നോക്കിയിട്ട് അവൻ വല്ലാതെ ഡിസ്റ്റർബ് ആകുകയും ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടി അവനോട് നീ ഒരു ലൂസറാണെന്ന് പറയുന്നതായിട്ട് അവന് തോന്നുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും അവൻ ഡിസ്റ്റർബ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒടുവിൽ ദേഷ്യം വന്നിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന കസേരയും മേശയും എല്ലാം തന്നെ ചവിട്ടി പൊട്ടിച്ചു. ബാത്റൂമിലേക്ക് കയറി അവനെ കുറച്ചു നേരമായിട്ടും പുറത്തേക്ക് കാണാതായപ്പോ അവർ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അവൻ തന്റെ തല മുഴുവൻ വെള്ളത്തിലേക്ക് മുക്കിയിരിക്കുന്നതാണ്. ഒരു വിധത്തിൽ അവനെ പിടിച്ചു വലിച്ച് വീണ്ടും കസേരയിൽ കൊണ്ടിരുത്തി. ആ CCTV ഫുട്ടേജ് കാണിച്ചിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ഇതിൽ കാണുന്ന വ്യക്തി നീ തന്നെയല്ലേ എന്ന്. നീ അവിടെ എന്തെടുക്കുകയായിരുന്നു ചോദിക്കുന്നു. ഫുട്ടേജ് കണ്ട് അവൻ പറയുന്നത്, എനിക്ക് മൂങ്ങകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. അന്ന് ഞാൻ പെട്ടെന്ന് മാറിയില്ലായിരുന്നെങ്കിൽ ആ മൂങ്ങ ചിലപ്പോ എന്റെ കണ്ണ് തന്നെ കടിച്ചെടുത്തേനെ. രമ്യ എന്ന് പറയുന്ന പെൺകുട്ടി നീ എന്തിനാ കൊന്നെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ ജോഗിങ് മാത്രം ചെയ്യാനാണ് അതുവഴി പോകുന്നതെന്ന്. എന്നാൽ കാളി ചോദിക്കുന്നുണ്ട്, രാത്രി 10 മണിക്ക് നീ അല്ലാതെ വേറെ ആരെങ്കിലും ജോഗിങ്ങിന് പോകുമെന്ന്. അവൻ പറയുന്നുണ്ട്, അന്ന് മാത്രമല്ല കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ അതുവഴിയാണ് ജോഗിങ്ങിന് പോകുന്നത്. രമ്യയും നീയും ഒരേ ഏരിയയിൽ താമസിക്കുന്നത്, നീ അവളും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അവൻ ആകെ ഡിസ്റ്റർബ് ആകുന്നു. രമ്യ എന്ന് പറയുന്ന ആ പേര് തന്നെ പറയരുതെന്നാണ് അവൻ പറയുന്നത്. നിങ്ങൾ പറയുന്ന രമ്യ ആരാണെന്ന് എനിക്കറിയില്ല, എന്നാൽ നീ ചിത്രത്തിൽ വരച്ച പെൺകുട്ടി ആരാണെന്ന് ചോദിക്കുമ്പോൾ അതെന്റെ പേഴ്സണൽ കാര്യമാണെന്നാണ് അവൻ പറയുന്നത്. ആ കാറിലെ പെണ്ണിന്റെ ചിത്രം വരച്ചത് നീയല്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്കിതൊന്നും അറിയില്ല എന്ന് അവൻ പറയുന്നു. ഇതിനു മുമ്പ് നിന്നെ ഡ്രഗ്സ് കേസിൽ പിടിച്ചിട്ടില്ലേ, ഇപ്പൊ നീ കഴിക്കുന്ന ടാബ്ലറ്റും ഒരു തരത്തിലുള്ള ഡ്രഗ് അല്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അത് ഡ്രഗ് ഒന്നും അല്ലാന്ന്, മെഡിസിൻ ആണെന്നുള്ള രീതിയിലാണ് ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തതാണ്, ബാഡ് മെമ്മറീസ് റിമൂവ് ചെയ്യുന്ന തരത്തിലുള്ള മെഡിസിൻ ആണെന്ന് കണ്ടപ്പോഴാണ് അത് വാങ്ങിച്ചു കഴിച്ചത്. അങ്ങനെ മറക്കാൻ വേണ്ടിയിട്ട് നിന്റെ മനസ്സിൽ എന്ത് ബാഡ് മെമ്മറി ഉള്ളതെന്ന് ധ്രുവ് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയുള്ള ഒരു കാര്യങ്ങളും എനിക്ക് മറക്കാൻ പറ്റിയിട്ടില്ല. ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും കാര്യങ്ങൾ എന്റെ മെമ്മറിയിലുണ്ട്. അങ്ങനെ ഒരു പ്രോബ്ലം എനിക്കുണ്ട്. അങ്ങനെ ഒന്നും മറക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ഈ 3 പോലീസ് ഓഫീസേഴ്സിന്റെ പേരും ഇവർ വന്ന വണ്ടിയുടെ നമ്പരും പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ കയറി വരുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അവന്റെ മെമ്മറിയിൽ ഉണ്ടായിരുന്നു. അവന്റെ മെമ്മറി പവർ എന്താണെന്ന് അവർക്ക് മനസ്സിലായി. ഡ്രഗ്സ് കേസിൽ അവനെ പിടിക്കുമ്പോൾ ഫെബ്രുവരി 14 അവനൊരു ഹോട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ എന്തായിരുന്നു നീ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ വീണ്ടും ആകെ ടെൻഷനിലായി. എനിക്ക് തലവേദനിക്കാൻ തുടങ്ങുന്നു, എനിക്ക് എന്റെ മെഡിസിൻ എന്താന്ന് പറഞ്ഞിട്ട് അവൻ ബഹളം ഉണ്ടാക്കുന്നു. എന്നാൽ വീണ്ടും വീണ്ടും ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഫെബ്രുവരി 14 ഞാൻ എന്റെ ലവറിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് പോയത്. ഞാനിവിടെ വരച്ചു വെച്ചിരിക്കുന്ന ഈ ചിത്രം ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയായ രമ്യയുടേതാണ്. പക്ഷെ നിങ്ങളിപ്പോൾ മരിച്ചു എന്ന് പറയുന്ന രമ്യയല്ല രമ്യ. ഞാൻ സ്നേഹിച്ച ഈ പെൺകുട്ടി കാരണം എന്റെ ലൈഫ് തന്നെ ഇല്ലാതെയായി. അവളെ മറക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മരുന്നെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കോളേജിൽ വെച്ച് നന്നായിട്ട് പഠിക്കുന്ന വ്യക്തിയായിരുന്നു അറിവ്. അവൻ നല്ലൊരു സിമ്മർ കൂടിയാണ്. അങ്ങനെയുള്ള അവനെ കുറച്ച് കാലമായിട്ട് അവന്റെ ക്ലാസ്സിലെ രമ്യ എന്ന് പറയുന്ന പെൺകുട്ടി പ്രണയിക്കുന്നുണ്ടായിരുന്നു. കോളേജ് ഫെയർവെൽ സമയത്ത് അവളാകട്ടെ തന്റെ പ്രണയം തുറന്നു പറയുന്നു. അങ്ങനെ പതിയെ പതിയെ ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലേക്ക് കടന്നു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അറിവിന് ആകെ ഉണ്ടായിരുന്നത് അവന്റെ സഹോദരി അഖില മാത്രമായിരുന്നു. ഇവന്റെ ഈ റിലേഷൻഷിപ്പിനെ പറ്റി അഖിലയ്ക്കും അറിയാം. രമ്യ ഇടയ്ക്ക് അവന്റെ വീട്ടിൽ വരുമായിരുന്നു. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന രമ്യയ്ക്ക് US പോയി സെറ്റിൽ ആകാനായിരുന്നു താല്പര്യം. അങ്ങനെ ഇരിക്കെ അവൾക്ക് അവളുടെ കമ്പനിയിൽ നിന്നും US പോകാൻ ഒരു ഓഫറും കിട്ടുന്നു. എന്നാൽ അവളുടെ HR ആകട്ടെ അവളുടെ മുന്നിൽ മറ്റൊരു ഓഫർ കൂടി വെക്കുകയാണ്. എനിക്കും US പോകാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമ്മൾ മാരേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അവിടെ പോയി സെറ്റിൽ ആകാമെന്ന്. എന്നാൽ അവൾക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ സംഭവത്തെ പറ്റി എല്ലാം തന്നെ അവളാകട്ടെ അറിവിനോട് പറയുന്നു. ഞാൻ എന്തായാലും US പോയെങ്കിലേ പറ്റൂ, എന്റെ കൂടെ നിനക്കും വരാനുള്ള അവസരമുണ്ട്, അങ്ങനെയാണെങ്കിൽ നീയും വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെറ്റിൽ ആകാം. US പോയി സെറ്റിൽ ആകാമെന്ന് പറയുന്നത് അവളുടെ വലിയൊരു അംബീഷനാണ്. പക്ഷെ എനിക്കും അംബീഷൻ ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ അവന് വിജയിക്കണം. പക്ഷെ അവന്റെ ആ ഒരു നിസ്സാരമായിട്ടുള്ള ആഗ്രഹത്തിന്റെ പേരിൽ
ഇതൊന്നും തന്നെ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നു. മാത്രമല്ല തന്റെ സഹോദരി ഇവിടെയല്ലേ, അവളുടെ കാര്യങ്ങൾ നോക്കാതെ തനിക്ക് എങ്ങനെ അവളെ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റില്ല എന്നും കൂടി അവൻ പറഞ്ഞതോടുകൂടി അവർക്കിടയിൽ പ്രശ്നങ്ങളായി തുടങ്ങി. തന്നെ മാരേജ് ചെയ്ത് തന്റെ ഡിപെൻഡന്റ് ആയിട്ട് US വരണമെന്ന് അവൾ നിർബന്ധം പിടിക്കാൻ തുടങ്ങുന്നതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വഷളായി. അഖിലയുടെ ലൈഫ് സെറ്റിലാക്കാതെ ഞാൻ വരില്ല എന്നവൻ പറയുമ്പോ തിരിച്ച് രമ്യ പറയുന്നുണ്ട്, നീ ഇവിടെ ഇല്ലെങ്കിൽ അവള് വല്ലവരുടെയും കൂടെ ലിവിംഗ് ടുഗദർ ആയിട്ട് ജീവിക്കുന്നുള്ളതിന്റെ പേടിയാണെന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് അവൻ അവളുടെ മുഖത്തടിക്കുന്നു. അതോടെ അവര് ബ്രേക്കപ്പ് ആയി. പലതവണ അവളെ വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ അവൻ ശ്രമിച്ചെങ്കിലും അവളുടെ ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. അങ്ങനെ FBയില് അവളാകട്ടെ ഏതോ പബ്ബിലേക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് അവൻ February 14 ആ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുന്നത്. അവിടെ എത്തുമ്പോൾ കാണുന്നത് അവൾ ആ HR ചേർന്നിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുന്നതാണ്. ഒരുമിച്ച് അവർ US പോകാനുള്ള പ്ലാനിംഗ് ആയിരുന്നു. അവളോട് പോയി അവൻ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും നീ ആരാണെന്ന് എനിക്ക് അറിയില്ല, നീ ഒരു ലൂസർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഇൻസൾട്ട് ചെയ്യുന്നു. ആരോ അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പി കൂടി അവന്റെ തലക്കെടുത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പാതി ബോധത്തിലാണ് അവിടെ നിന്ന് താഴേക്ക് വരുന്നത്. ഓൾറെഡി പോലീസുകാരാകട്ടെ അവിടെ ഡ്രഗ് വേട്ടയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചുപേര് അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഇവൻ ഈ പാതി ബോധത്തിൽ വന്ന് അവിടെ ഉണ്ടായിരുന്ന സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുന്നത്. അവനും ഡ്രഗ്സ് കേസിൽപ്പെട്ട ആൾക്കാരാണെന്ന് കരുതിയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷെ കൂടുതൽ തെളിവൊന്നും കിട്ടാത്ത കാരണം അവനെ സസ്പെക്ട് ലിസ്റ്റിൽ മാത്രമാണ് ആഡ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അവന്റെ ഫിംഗർ പ്രിന്റ് ഇവരുടെ ക്രൈം ഡേറ്റാബേസിൽ ഉണ്ടായിരുന്നത്. ഇവന്റെ മേലെ കേസൊന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന് കുറച്ചു നേരം തന്നെ മുഖം താഴ്ത്തി വെക്കുന്നുണ്ട്. ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ലിസ്റ്റിൽ രമ്യ എന്ന് പറയുന്ന പെൺകുട്ടി ഉണ്ടോന്ന് നോക്കുകയായിരുന്നു അവർ. അവന്റെ പാസ്വേഡ് ചോദിക്കുമ്പോഴേക്കും അവൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അവനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുമ്പോൾ അവൻ ബോധം കെട്ട് വീഴുകയാണ്. പെട്ടെന്ന് തന്നെ അവനെ അവർ ഹോസ്പിറ്റലാക്കി. അറിവിന്റെ ഈ ഒരു ആരോഗ്യനിലയിൽ അവർ കൂടുതൽ അവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിന്നില്ല. അവന്റെ കൂടുതൽ മെഡിക്കൽ ഹിസ്റ്ററി എല്ലാം തന്നെ എടുക്കുമ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ അവന് ഏഡിറ്റിക് മെമ്മറി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവന്റെ ഓർമ്മയിലുണ്ടാകും. അവൻ അവന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് എല്ലാം തന്നെ പറയുന്നുണ്ട്. 1 വയസ്സിലായിരുന്നു അവൻ നടക്കാൻ ആരംഭിച്ചത്. അവരുടെ ഗ്രാമത്തിൽ ഒരു സിദ്ധരുടെ കോവിലുണ്ടായിരുന്നു. അവിടെ ഒരു കിണറും. ആ കിണറിലുള്ള ജലത്തിൽ ഒരുപാട് ശക്തിയുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അവന്റെ കുട്ടിക്കാലത്ത് ആ അമ്പലത്തിൽ വെച്ചിട്ട് അവൻ വീട്ടുകാരെ കാണാതെ ഇങ്ങനെ നടന്ന് ആ കിണറ്റിലേക്ക് പോയി വീണു. അന്ന് ആ കിണറിനടിയിലേക്ക് പോയ അവനെയാകട്ടെ മുകളിലേക്ക് രക്ഷിച്ചുകൊണ്ടുവന്നത് ആ കിണറിനടിയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ആമയായിരുന്നു. കുറെ നേരം അവൻ ആ കിണറിന്റെ അടിയിൽ സ്പെൻഡ് ചെയ്തു. പക്ഷെ അവൻ ഒന്നും തന്നെ സംഭവിച്ചില്ല. സാധാരണ മനുഷ്യരെക്കാൾ കൂടുതൽ അവന് വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് നിൽക്കാൻ കഴിയും. അന്ന് നടന്ന ആ സംഭവങ്ങളൊക്കെ തന്നെയാണ് അവന്റെ ഈ ഒരു മെമ്മറി പവറിന് കാരണമെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ടാബ്ലറ്റ് നിർത്തിയ ശേഷം അതിന് പകരമായിട്ട് അവന്റെ കണ്ടീഷനെ പറ്റിയ ഒരു ടാബ്ലറ്റ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ കിടന്ന അവനാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ബ്രോഷറിൽ ഒരു ഹാർട്ടിന്റെ സിമ്പലൊക്കെ വരയ്ക്കുന്നുണ്ട്. ആ രമ്യയുടെ കഴുത്തിലുണ്ടായിരുന്ന പെൻഡന്റിന്റെ പോലൊരു സിമ്പൽ ആയിരുന്നു അത്. ഇത് നീ എന്തിനാ വരച്ചെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നിങ്ങൾ രാവിലെ കാണിച്ച ആ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് അതിന്റെ മെമ്മറിയിൽ കിടന്ന കാരണം ഞാൻ വരച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെൻഡന്റ് ഇതിനു മുമ്പ് അവൻ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം അവൻ ആ കാറിന്റെ ബാക്കിൽ അത് വരച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ രമ്യയുടെ കൊലപാതകവുമായിട്ട് ഇവൻ എന്തെങ്കിലും ബന്ധം കാണുമെന്ന് വിചാരിച്ചിട്ട് അവനെ അവർ അറസ്റ്റ് ചെയ്ത് ഹാൻഡ് കഫ് ചെയ്യുന്നു. താനൊന്നും ചെയ്തിട്ടില്ല എന്നും തന്റെ മനസ്സിൽ എങ്ങനെയാണ് ആ ഒരു പിക്ചർ വന്നതെന്നും ഞാൻ എങ്ങനെയാണ് ഇത് വരച്ചതെന്നും ഒക്കെ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും. പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്റെ ആ ഒരു മെമ്മറി തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് കുറച്ചു നേരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കണമെന്നാണ് അവൻ പറയുന്നത്. അപ്പോഴാണ് കൂടുതലും അവന് മെമ്മറി വരിക. അതിനിടയ്ക്ക് അവന്റെ സിസ്റ്റർ ആകട്ടെ അവനെ കണ്ടിന്യൂസ് കോൾ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഇവൻ പറഞ്ഞ പോലെ അവന്റെ മെമ്മറി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവൻ സാധാരണ സ്വിമ്മിങ്ങിന് വേണ്ടി പോകുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ കുറച്ചു നേരം പൂളിനടിയിൽ അവൻ മുങ്ങിക്കിടക്കുന്നു. അതിനോടകം തന്നെ അവരിടയ്ക്ക് വെച്ചൊരു അക്വേറിയത്തിൽ പോയിട്ട് CCTV ഫുട്ടേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അയാൾ ആ CCTV ഫുട്ടേജ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൂടി അവർ പ്ലേ ചെയ്ത് നോക്കുന്നു. അന്ന് അറിവാകട്ടെ ജോഗിങ്ങിന് പോകുന്ന സമയത്ത് രമ്യ നടന്നു പോയ ആ ഒരു വഴിയിൽ കുറച്ചുനേരം കുനിഞ്ഞു നിൽക്കുകയും പിന്നീട് മുങ്ങ വന്ന് അവനെ ആക്രമിക്കുകയും ചെയ്യുന്നത് കാണിച്ചിരുന്നില്ലേ. അവൻ എന്തോ നോക്കി നിൽക്കുകയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. ആ ടൈമിൽ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന അറിവും വന്ന് പറയുന്നുണ്ട്, ആ ചെയിൻ എവിടെയാണ് കണ്ടതെന്ന് എനിക്ക് ഓർമ്മയുണ്ടെന്ന്. ജോഗിങ്ങിനിടെ അവിടെ കുനിഞ്ഞു നിന്നില്ലായിരുന്നു. ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിലെ റിഫ്ലക്ഷനിലാണ് അവൻ ആ ചെയിൻ കണ്ടത്. അവിടെ ഉണ്ടായിരുന്ന പുല്ലിൽ എവിടെയോ ആ ചെയിൻ തൂങ്ങിക്കിടക്കുകയായിരുന്നു. അങ്ങനെയൊരു ചെയിൻ ആ CCTV ഫുട്ടേജിൽ കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ നല്ലപോലെ അതും സൂം ചെയ്ത് നോക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇവൻ പറഞ്ഞ പോലെ ആ ഒരു ചെയിൻ അവിടെ പുല്ലിൽ എവിടെയോ കിടപ്പുണ്ടായിരുന്നു. ആരോ വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അയാളുടെ കൈ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അത് കില്ലർ ആയിരിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അറിവല്ല കില്ലറെന്ന് മനസ്സിലായതോടുകൂടി അവനെ വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചു. ആ ടൈമിൽ മറ്റൊരിടത്ത് ആ കില്ലറേയും കാണിക്കുന്നു. ആ കില്ലർ അവിടെ ഇരുന്ന് പിയാനോ വായിക്കുകയായിരുന്നു. കില്ലറിന്റെ അടുത്തായിട്ട് ആ മുങ്ങിയുമുണ്ട്. ഓരോ പെൺകുട്ടികളുടെ ഫോട്ടോ എല്ലാം തന്നെ കുത്തി വരയ്ക്കുന്നുണ്ട്. പിന്നീട് നഗരത്തിലെ CCTV ഫുട്ടേജസ് ഒക്കെ എടുക്കുമ്പോൾ ആ കില്ലറിന്റെതെന്ന് സംശയിച്ച കാറ് പലയിടങ്ങളിലും പോകുന്നതായിട്ട് അവർ കണ്ടെത്തുന്നു. കൂടാതെ ധ്രുവ് വീണ്ടും അറിവിനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവർ വരുമ്പോൾ അവൻ നല്ല ഉറക്കമായിരുന്നു. അഖിൽ അവനെ വിളിച്ചെങ്കിലും അവൻ എഴുന്നേൽക്കുന്നില്ല. ഇന്നലെ മഴയത്ത് നനഞ്ഞിട്ട് വന്നിട്ട് എന്തോ മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങിയതാ, അതുകൊണ്ട് എഴുന്നേൽക്കാത്തതെന്നാണ് അഖില പറയുന്നത്. അവൻ കുറച്ചു നാളായിട്ട് ഒരു ഗവൺമെന്റ് ജോലിക്ക് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് കിട്ടുമെന്നാണ് അവന്റെ വിശ്വാസം. മരിച്ചുപോയ അവന്റെ അച്ഛന് സിദ്ധരുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ വീട്ടിൽ ഒരുപാട് താളിയോലകളൊക്കെ ഉണ്ട്. അതിൽ എഴുതിയിരുന്ന ചില ശ്ലോകങ്ങളൊക്കെയാണ് അവൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഇനി ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ ഉറക്കം എഴുന്നേറ്റ് വരുന്നു. ശരിക്കും ആ കേസിനെ
കാര്യത്തിന് വേണ്ടിയിട്ട് ഇവന്റെ ഹെൽപ്പ് ചോദിക്കാനായിരുന്നു ധ്രുവ് വന്നത്. എന്നാൽ നിങ്ങൾ കാരണം ഞാൻ മറക്കാൻ ശ്രമിച്ചതെല്ലാം വീണ്ടും വീണ്ടും ഓർക്കുകയാണെന്നാണ് അവൻ പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും കില്ലറിനെ കണ്ടുപിടിക്കണം, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മെഡൽ വാങ്ങണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആരെയും ദ്രോഹിക്കും. നിങ്ങളുടെ സ്വന്തം മകനായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അത് പറഞ്ഞപ്പോൾ ധ്രുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. തനിക്കൊരു മകളുണ്ടായിരുന്നു, പക്ഷെ ഇതേ കില്ലർ കാരണം തന്നെ തന്റെ മകൾ നഷ്ടപ്പെട്ടു എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ സ്റ്റോറിയാണ് കാണിക്കുന്നത്. കോളേജിൽ പോയ ധ്രുവിന്റെ മകൾ പ്രിയയെ കുറച്ച് കുട്ടികൾ ചേർന്ന് റാഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ കൂട്ടുകാരി അതെല്ലാം തന്നെ വീഡിയോ കോൾ ചെയ്ത് ധ്രുവിനെ കാണിക്കുന്നു. സാദിഖ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് അവളെ റാഗ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പയ്യന്റെ തോളിലൊരു മൂങ്ങയിരിപ്പുണ്ട്. അവനാകട്ടെ ആ മൂങ്ങയെ തന്റെ തോളിൽ നിന്നും തൊട്ടപ്പുറത്തിരുന്ന ഒരു വ്യക്തിയുടെ തോളിലേക്ക് മാറ്റുന്നു. സാദിഖ് എന്ന പയ്യനാകട്ടെ പ്രിയയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന്. അവൾ ഒന്നും മിണ്ടാന്ന് നിൽക്കുമ്പോൾ അവനാകട്ടെ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും എന്നോട് ഐ ലവ് യു എന്ന് പറയാൻ. എന്നാൽ അവൾ തിരിച്ചു പറയുന്നത്, ഞാൻ അങ്ങനെ നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ആ ഗേൾ ഫ്രണ്ട് നിന്നോട് വഴക്കിടില്ലേ എന്ന്. എന്നാൽ അവൻ അവിടെ നിന്ന് പറയുന്നത്, ആ പെണ്ണിനെ നോക്കിയാണോ നീ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത്? അവളെ കണ്ടു കഴിഞ്ഞാൽ പെണ്ണാണെന്ന് പോലും പറയത്തില്ല. എനിക്ക് അവക്കിടയിൽ ഒരു കെമിസ്ട്രി ഇല്ല. എന്നിട്ട് പ്രിയയുടെ കൂടെ നിന്ന് അവൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. നമ്മൾ തമ്മിൽ ആ കെമിസ്ട്രി എന്ന് പറയുന്നു. എന്റെ ലൈഫിൽ ഞാൻ എല്ലാ ഡിസിഷനും എന്റെ അച്ഛനോട് ചോദിച്ചിട്ടാണ് എടുക്കുന്നേ. ഒരു കാര്യം ചെയ്യാം, നിന്നോട് ഐ ലവ് യു പറയണോ വേണ്ടിയെന്ന് ഞാൻ എന്റെ അച്ഛനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളാകട്ടെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് അവനെ കാണിക്കുന്നു. അവളുടെ അച്ഛൻ പോലീസാണെന്ന് അറിഞ്ഞതോടുകൂടി അവൻ ആകെ പേടിക്കുന്നു. മാത്രമല്ല ഇവനെതിരെ ഒരുപാട് പോലീസ് കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്റ്റുഡന്റിന്റെ വേഷത്തിൽ അവൻ ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ധ്രുവിനെ കണ്ടതും ആ പയ്യൻ അവിടെ നിന്നും പേടിച്ചോടി. പക്ഷേ പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് ധ്രുവിന്റെ മകൾ പ്രിയയെ ഒരു വേസ്റ്റ് കൂനയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതാണ്. അവളുടെ ശരീരം മുഴുവൻ ബ്ലാക്ക് കളർ ആയിട്ടുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിൽ റയറായിട്ട് മാത്രം കാണപ്പെടുന്ന കൊക്കീൻ ആൻഡ് മെലാനോട്ടൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആയിരുന്നു ഇഞ്ചെക്ട് ചെയ്തിരുന്നത്. അവരുടെ കോളേജിൽ തന്നെയുള്ള ലാബിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കോളേജ് ലാബ് പരിസരത്ത് നിന്നും ഇത് ട്രൈ ചെയ്ത് നോക്കിയ ഒരു എലിയുടെ ശരീരവും കിട്ടിയിരുന്നു. ഇതിന്റെ പിന്നിൽ മിക്കവാറും സാദിഖ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് സാദിഖിന്റെ കൂടെയുള്ള എല്ലാവരും തന്നെ എൻകൗണ്ടറിൽ തീർത്തു. സാദിഖിനെയും പിടിക്കാൻ വേണ്ടിയിട്ട് അവന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അവന്റെ കട്ടിലിന്റെ അടിയിൽ അവനും ഇതുപോലെ തന്നെ മരിച്ച നിലയിൽ കിടക്കുന്നതാണ്. ആ സമയത്ത് ബാക്കിലൂടെ വന്ന 2 പേരിൽ ഒരാളാകട്ടെ ഇതേ സെയിം സബ്സ്റ്റൻസ് ധ്രുവിന്റെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. എന്നാൽ കറക്റ്റ് കഴുത്തിന്റെ ബാക്കിൽ കുത്താനുള്ളതിന് സൈഡിലായി പോയി കുത്തിയത്. അത് കാരണമാണ് അയാൾ മരിക്കാതെ ഒരു സൈഡ് മാത്രം കറുത്ത നിറത്തിലായത്. ഓൾറെഡി ഇതുപോലൊരു കേസ് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അയാൾ ഇപ്പോൾ ഇങ്ങനൊരു കേസ് വന്നപ്പം വീണ്ടും ആ കുറ്റവാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് തിരിച്ചെത്തിയത്. അതുകൊണ്ട് ഈ കേസിൽ നിനക്ക് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യണമെന്നാണ് ധ്രുവ് പറയുന്നത്. ഇവന്റെ മെമ്മറി പവർ വെച്ചിട്ട് അവർക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. അങ്ങനെ അവർ വീണ്ടും അവന് വെള്ളത്തിനിടയിൽ മുങ്ങിക്കിടന്നിട്ട് തന്റെ ഓർമ്മശക്തിയിലൂടെ ഈ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ അവന്റെ ഒരു മൈൻഡ് ആ ഒരു സ്പോട്ടിലേക്ക് പോകുന്നു. അവിടെ അന്ന് അവൻ കണ്ട കാഴ്ചകളും ആ കില്ലർ ആകട്ടെ പെന്നന്റ് എടുത്തുകൊണ്ട് ഓടുന്നതും എല്ലാം തന്നെ അവനിപ്പോൾ കാണാം. കില്ലർ കാറിൽ കയറി പോകുമ്പോൾ അതിന്റെ കൂടെ തന്നെ അവൻ പോവുകയാണ്. കില്ലർ ബോഡി ഡംപ് ചെയ്യുന്നതും അതിനുശേഷം കില്ലറിന്റെ താവളത്തിലേക്ക് പോകുന്നതും എല്ലാം തന്നെ അവൻ കാണുന്നുണ്ട്. ഒടുവിൽ ഒരു ഏരിയയിലുള്ള ഒരു വീട്ടിലേക്ക് കില്ലർ കയറി പോകുന്നു. ആ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കുരിശിന്റെ ചിഹ്നമുണ്ടായിരുന്നു. കില്ലറിന്റെ പിറകെ തന്നെ ആ സ്റ്റെപ്പ് കയറി അറിവിന്റെ മൈൻഡും പോകുന്നുണ്ട്. പക്ഷേ കില്ലറിന്റെ ഫേസ് കാണുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആ മൂങ്ങ അവനെ ഡിസ്റ്റർബ് ചെയ്യുകയും അവന്റെ ശ്രദ്ധ പോവുകയും ചെയ്യുന്നു. പെട്ടെന്ന് അവൻ വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് വരുന്നു. അത്രയും നേരം അവൻ വെള്ളത്തിനടിയിൽ തന്റെ ശ്വാസം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് ഇനിയും നിന്ന് കഴിഞ്ഞാൽ അത് അവന് ഡേഞ്ചർ ആയിരുന്നു. അങ്ങനെ അവൻ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് വിശദമായി പറഞ്ഞു കൊടുക്കുന്നു. അവൻ ആ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഉള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി തന്നെ ആ വണ്ടിയുടെ CCTV റെക്കോർഡ്സ് മുഴുവൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അവൻ പറഞ്ഞ പോലെ തന്നെ ആ വണ്ടി ഓരോ ഏരിയയും കറക്റ്റ് ടൈമിനുള്ളിൽ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതോടുകൂടി ഇവൻ ഈ ഒരു കഴിവുണ്ടെന്നുള്ള കാര്യത്തിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമായി. ഇവനുള്ള കഴിവ് പോലെ ഇതുപോലെ അമേരിക്കയിലും ഒരു വ്യക്തിക്ക് കഴിവുണ്ടായിരുന്നു. പല മിസ്റ്റീരിയസ് ആയിട്ടുള്ള കേസുകളിലും ആ ഒരു വ്യക്തി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രൈം നടന്ന സ്പോട്ടിലേക്ക് അവരറിയാതെ തന്നെ അവരുടെ മൈൻഡിനെ കൊണ്ടുപോകാനും അവര് കണ്ട പോലെ തന്നെ അവർക്ക് ആ ക്രൈം സീൻ എല്ലാം തന്നെ കാണാനും പറ്റും. വീട്ടിലെത്തിയ അറിവാകട്ടെ ആ താളിയോലകളെല്ലാം തന്നെ എടുത്തു നോക്കുന്നു. അവന് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അന്ന് അവൻ ആ കിണറ്റിൽ വീണതിന് ശേഷമാണ് അവന്റെ ലൈഫിൽ ഇത്രയധികം ചേഞ്ചസ് നടക്കുന്നത്. പിന്നീട് പലതവണയും അവൻ ആ കിണറിന്റെ അടുത്ത് വരികയും അവന്റെ അച്ഛൻ ആ കിണറിലെ വെള്ളം കോരി അവനെ കുളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും കിട്ടിയ ഒരു ദൈവിക ശക്തി തന്നെയാണ് അവന്റെ ഈ കഴിവിനെല്ലാം പിന്നിലെന്ന് അവൻ വിശ്വസിക്കുന്നു. അങ്ങനെ അറിവ് കണ്ടെത്തിയ ആ ഒരു വീട് അന്വേഷിച്ച് അവർ ആ ഏരിയയിലെല്ലാം പോകുന്നു. ഒരു മൂങ്ങയുടെ സൗണ്ട് ആ വീടുകളിൽ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെയെല്ലാം അന്വേഷിക്കുമ്പോൾ അന്തയായ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് താൻ കേട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ ആ പെൺകുട്ടി ആ സൗണ്ട് കേട്ട വീട് ഏത് ഭാഗത്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവരവിടെ എത്തുമ്പോൾ അറിവ് പറഞ്ഞ പോലെ ആ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കുരിശിന്റെ ചിഹ്നമുണ്ടായിരുന്നു. റവിനെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുമ്പോൾ അവനും പറയുന്നുണ്ട് ഈ പ്ലേസ് തന്നെയാണ് താൻ കണ്ടതെന്ന്. ആ വീട് റെന്റിന് കൊടുത്തിരിക്കുകയായിരുന്നു. അവിടെ ആരായിരുന്നു താമസിച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു എന്നാണ് ആ ബ്രോക്കർ പറയുന്നത്. എന്നാൽ അവരുടെ ആധാർ കാർഡ് ID ഒന്നും തന്നെ ഇയാളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവർ നല്ലൊരു തുക വാടകയായിട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ട് അയാൾ അതൊന്നും കാര്യമാക്കിയില്ല. വന്ന ആദ്യത്തെ ദിവസം മാത്രമേ ആ വ്യക്തിയുടെ മുഖം താൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അയാൾ എപ്പോഴും മാസ്ക് ധരിച്ചിട്ടാണ് തനിക്ക് കാശൊക്കെ കൊണ്ടു തന്നിരുന്നതെന്ന് ആ ബ്രോക്കർ പറയുന്നു. മൊത്തം 3 നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഇപ്പൊ അവരെല്ലാം തന്നെ ഇവിടെ നിന്ന് താമസം മാറി പോയ കാരണം അയാൾ ആ റൂമെല്ലാം തുറന്ന്
ധ്രുവനെ കാണിക്കുന്നു. അവരെന്തിനാണ് വീട് കാലിയാക്കി പോയതെന്ന് ചോദിക്കുമ്പോൾ ബ്രോക്കർ പറയുന്നുണ്ട് താഴെ വീട്ടിലെ താമസക്കാര് കംപ്ലൈന്റ് പറഞ്ഞുവെന്ന്. രാത്രിയിൽ ഇവിടെ ഒരു പെൺകുട്ടി വന്നു പോകുന്നുവെന്ന് അവര് പറഞ്ഞത്. നോർത്ത് ഇന്ത്യൻസ് പയ്യന്മാരൊക്കെ ആവുമ്പോ അങ്ങനെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. താഴത്തെ വീട്ടുകാര് പ്രശ്നം ഉണ്ടാക്കിയതോടുകൂടി ഇവരിവിടെ നിന്ന് വീട് വിട്ട് പോവുകയും ചെയ്തു. ധ്രുവ വീടെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. കുറെ പേപ്പർ കഷ്ണങ്ങളും ഒരു ചെറിയ മരുന്നിന്റെ കുപ്പി അയാൾക്ക് കിട്ടുന്നു. കില്ലർ കൊല്ലാൻ ഉപയോഗിക്കുന്ന അതേ ഒരു ഡ്രഗിന്റെ തന്നെ ബോട്ടിലായിരുന്നു അത്. ഇവിടെ നമ്മുടെ അറിവാകട്ടെ അന്നത്തെ സ്വിമ്മിംഗ് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. അവൻ തന്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ തന്റെ ഫോൺ മിസ്സിംഗ് ആണ്. അവിടെ എല്ലാം തന്നെ നോക്കിയിട്ടും അവിടെയൊന്നും കാണുന്നില്ല. ഒടുവിൽ അവൻ നേരെ വീട്ടിലെത്തുമ്പോൾ തന്റെ സഹോദരി അവിടെയില്ല. അവളെ അന്വേഷിച്ച് നടക്കുമ്പോഴാകട്ടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പയ്യൻ പറയുന്നുണ്ട് ആ പെൺകുട്ടി ഒരു കറുത്ത കാറിൽ കയറി പോകുന്നത് കണ്ടുവെന്ന്. അതോടെ അറിവ് ആകെ ടെൻഷനിലായി. അവൻ അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് കാര്യം പറയുന്നു. എന്തേലും കാരണവശാൽ ഇവൻ പോലീസുകാരെ സഹായിക്കുന്നത് ആ കില്ലർ അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സഹോദരി ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവന്റെ സഹോദരി സേഫ് ആയിട്ട് അവളുടെ കൂട്ടുകാരിയുടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. താനിവിടെ സേഫ് ആയിട്ടിരിക്കുന്ന വിവരം അറിവിനെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് അവൾ കുറെ തവണ ഫോണിൽ ട്രൈ ചെയ്യുന്നു. എന്നാൽ അവന്റെ ഫോൺ നഷ്ടപ്പെട്ട കാരണം അത് നോട്ട് റീച്ചബിൾ ആയിട്ടാണ് കേൾക്കുന്നത്. ഇവിടെ റേഞ്ച് കുറവാണ്. ഹോസ്റ്റലിന് പുറത്തോട്ട് പോയെങ്കിലേ നല്ലപോലെ റേഞ്ച് കിട്ടുമെന്ന് ആ കൂട്ടുകാരി പറഞ്ഞതും അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അവൾ അങ്ങനെ പുറത്തിറങ്ങി റേഞ്ച് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കില്ലർ വന്ന ഒരു പെൺകുട്ടിയെ കൊല്ലുന്നതായിട്ടും കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം വേസ്റ്റ് കോണിൽ നിന്ന് കണ്ടെത്തുന്നതാണ്. ആ പെൺകുട്ടിയുടെ ശരീരവും കറുത്ത നിറത്തിലായിട്ടുണ്ടായിരുന്നു. അത് അറിവിന്റെ സഹോദരി അഖിലയാണെന്ന് വിശ്വസിച്ച് പോലീസുകാരെല്ലാം അവിടേക്ക് എത്തി. എന്നാൽ അറിവ് വന്നിട്ട് പറയുന്നുണ്ട് ഇത് തന്റെ സഹോദരി അല്ല എന്ന്. അവളിങ്ങനെ ഹീൽസ് ഇടാറില്ല. തലേന്ന് രാത്രി അവന്റെ സഹോദരി റേഞ്ച് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും കില്ലർ അവളെ കൊല്ലാനല്ല പോയിരുന്നത്. കില്ലർ അതേസമയം അവളുടെ കണക്കിന് ഡ്രസ് ചെയ്തിരിക്കുന്ന മറ്റൊരു പെൺകുട്ടിയായിരുന്നു കൊല്ലുന്നത്. ആ പെൺകുട്ടി ഒരു ഡോക്ടറാണ്. ഡോക്ടർ ശാലിനി എന്നാണ് അവളുടെ പേര്. അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കുമ്പോഴും അതിൽ ബിഫോർ ആഫ്റ്റർ എന്നും പറഞ്ഞിട്ട് അവരുടെ ഫോട്ടോസ് വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ടൈമിൽ അറിവിന്റെ കയ്യിലിരുന്ന ഫോണിലേക്ക് അവന്റെ സഹോദരി വിളിക്കുന്നു. ഈ ചെറിയ ഫോൺ അവന്റെ അയൽക്കാരന്റെ കയ്യിൽ നിന്നും കടം വാങ്ങുകയും അത് വെച്ചിട്ട് അവളെ കുറെ തവണ ട്രൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നമ്പർ കണ്ടിട്ട് അവൾ ഇപ്പോൾ തിരിച്ചു വിളിച്ചതാണ്. അവള് ജീവനോടെ ഇരിക്കുന്നറിഞ്ഞപ്പോൾ അവന് ശരിക്കും സമാധാനമായി. തങ്ങളിവിടെ തലേന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കറണ്ട് പോയി എന്നും അത് കാരണം എന്റെ ഫ്രണ്ടിന്റെ കൂടെ കാറിൽ കയറി താൻ ഹോസ്റ്റലിൽ പോയി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു എന്നും അവൾ പറയുന്നു. പിന്നീട് ഭയങ്കര മഴയൊക്കെ ആയ കാരണം തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റിയില്ല. ഇവിടെ പോലീസുകാരെ ഡോക്ടർ ശാലിനിയുടെ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ടിനെ പറ്റി സംസാരിക്കുന്നു. കില്ലർ സാധാരണ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഡോക്ടറുടെ മുഖം മുഴുവൻ ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയിട്ടുണ്ടായിരുന്നു. അവർ ആ ഡോക്ടറിന്റെ ക്ലിനിക്കിൽ പോയി അന്വേഷിച്ച് അവരുടെ ക്ലയന്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഫിലിം ഡയറക്ടറായ രാജേഷ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വന്നു പോകാറുണ്ടായിരുന്നു എന്ന് അറിവ് കിട്ടി. ഇവിടെ നമ്മുടെ അറിവിന് കിടന്നിട്ട് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. ആ കില്ലറിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് വിചാരിച്ചിട്ട് അവൻ വീണ്ടും തന്റെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്നു. വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടന്ന് തന്റെ ഓർമ്മകളിലേക്ക് അവൻ വീണ്ടും പോകാൻ ശ്രമിക്കുകയാണ്. ഇത്തവണ അവൻ ആ കില്ലറിനെ ഫോളോ ചെയ്ത് ആ കില്ലറിന്റെ കൂടെ വീട്ടിനുള്ളിലേക്ക് തന്നെ കയറി. ആ മൂങ്ങിയെ കണ്ട് അവൻ പേടിച്ചില്ല. പക്ഷേ കില്ലർ മാസ്ക് ധരിച്ച് തന്നെയായിരുന്നു വീടിനുള്ളിൽ നിൽക്കുന്നത്. അത് കാരണം കില്ലറിന്റെ ഫേസ് അവന് കാണാൻ സാധിക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ചില മാഗസിനും കില്ലറിന്റെ ഡയറിയും അങ്ങനെ ചില സാധനങ്ങളും മാത്രമാണ് അവന് കാണാൻ സാധിച്ചത്. അതിലൊരു മാഗസിൻ എടുത്ത് അതിന്റെ കവർ പേജിലുണ്ടായിരുന്ന പെൺകുട്ടിയുടെ മുഖം എല്ലാം തന്നെ കുത്തി വരയ്ക്കുന്നുണ്ട് ഈ കില്ലർ. കില്ലറിന്റെ ഫേസ് കാണാൻ വേണ്ടിയിട്ട് അവൻ മാക്സിമം നേരം വെള്ളത്തിനുള്ളിൽ തന്നെ മുങ്ങിക്കിടക്കുന്നു. പക്ഷെ അത് അവന്റെ മരണത്തിന്റെ മുന്നിലേക്ക് വരെ കൊണ്ടെത്തിക്കുകയാണ്. കറക്റ്റ് സമയത്ത് ഒരാൾ കാണുകയും അവനെ രക്ഷിക്കുകയും ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. പിറ്റേന്ന് അവന്റെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ടതാണ്. ആ സമയത്താണ് സീരിയസ് ആയിട്ട് അവനിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അഖില ആകെ ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പോലീസുകാരും അവിടേക്ക് എത്തി. അങ്ങനെ അന്ന് രാത്രി മുഴുവൻ അവൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്കും അവന് ബോധം വന്നു. അനിയത്തിയോട് പോലും പറയാതെ അവനാകട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അവൾ ഉണർന്നു നോക്കുമ്പോൾ അവൻ ബെഡിലുണ്ടായിരുന്നില്ല. കറക്റ്റ് സമയത്ത് അവന് ചാമ്പ്യൻഷിപ്പിൽ ജോയിൻ ചെയ്യാനും അത് വിൻ ചെയ്യാനും പറ്റി. എന്നാൽ നീന്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവന്റെ മനസ്സിലൂടെ വീണ്ടും ആ ഓർമ്മകൾ കടന്നു പോകുന്നു. ആ കില്ലർ ഒരു മാഗസിനിലുണ്ടായിരുന്ന പെൺകുട്ടിയുടെ മുഖത്തെല്ലാം തന്നെ കുത്തി വരച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ പെൺകുട്ടിയായിരിക്കും ഇനി അടുത്തതായിട്ട് കില്ലർ കൊല്ലാൻ പോകുന്നതെന്ന് അവന് മനസ്സിലായി. മത്സരത്തിൽ വിജയിച്ച അവനാകട്ടെ നേരെ പോയി തന്റെ മനസ്സിൽ കണ്ട ആ പെൺകുട്ടിയുടെ മുഖം വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ഫോട്ടോ അവനാകട്ടെ ധ്രുവിനെ കാണിച്ചു കഴിയുമ്പോൾ ധ്രുവിന് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നു. ആദ്യം കൊല്ലപ്പെട്ട രമ്യയുടെ ബോയ്ഫ്രണ്ടായ കാർത്തികിന്റെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഇതേ മാഗസിൻ അവിടെ വെച്ച് ധ്രുവ് കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ ഒപ്പം തന്നെ കാർത്തികിനെ കോൺടാക്ട് ചെയ്യുന്നു ആ പെൺകുട്ടി ആരാണെന്ന് അറിയാൻ വേണ്ടി. എന്നാൽ കാർത്തിക് ഇല്ലാത്ത കാരണം അസിസ്റ്റന്റ് ആണ് ഫോൺ എടുക്കുന്നത്. അയാളോട് കാര്യങ്ങൾ തിരക്കി കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കുന്നു. ആ പെൺകുട്ടി എവിടെയാണ് താമസിക്കുന്നതെന്നും അറിയുന്നു. വെണ്ണില എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ ഫ്ളാറ്റിൽ എത്തുമ്പോൾ അവളാകട്ടെ പുറത്തേക്ക് പോവുകയാണ്. ധ്രുവും കൂട്ടരും അവളെ ഫോളോ ചെയ്തു പോകുന്നു. ഈ ഒരു സീനാണ് മൂവിയുടെ തുടക്കത്തിൽ കാണിച്ചത്. കില്ലർ ഒരു കാരണവശാലും ഇവളെ കൊല്ലരുതെന്നും അതിനു മുമ്പ് അവളെ രക്ഷിക്കണമെന്നുമാണ് ഇവർ പറയുന്നത്. വെണ്ണിലയുടെ കൂടെ ശ്രുതിയും അവളുടെ കൂടെ ലിഫ്റ്റിലേക്ക് കയറി. വെണ്ണില അറിയാതെ അവളുടെ ഷോളിലേക്ക് ഒരു ചെറിയ സ്പൈ ക്യാമറയും വെക്കുന്നു. വെണ്ണിലയാകട്ടെ ആ രാജേഷ് എന്ന് പറയുന്ന ഫിലിം ഡയറക്ടറുടെ ഓഫീസിലേക്കാണ് പോകുന്നത്. എന്നാൽ ഇത്തവണ അവൾക്ക് അവിടുത്തെ ആക്സസ് ഉണ്ടായിരുന്നില്ല. അതാരോ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം സെക്യൂരിറ്റി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടാണ് അവൾ ഉള്ളിലേക്ക് കയറുന്നത്. അവൾ അവിടെ എത്തുമ്പോൾ അവളുടെ മാം ആകട്ടെ അവളോട് പറയുന്നുണ്ട് നിന്റെ ഈ ഫോട്ടോ എങ്ങനെയാണ് മാഗസിനിൽ വന്നത്, ഇതൊക്കെ ആരാ ചെയ്തതെന്ന്. തന്റെ ഈ ഫോട്ടോ ഇങ്ങനെ യൂസ് ചെയ്യുമെന്ന് താൻ പോലും
പോലും വിചാരിച്ചില്ല എന്നാണ് അവൾ പറയുന്നത്. അതായത് അവൾ അവളുടെ പഴയ രൂപത്തിൽ നിന്നും സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെന്റ് എടുത്താണ് ഇപ്പൊ കാണുന്ന കുറച്ചുകൂടി നിറം വെച്ചിട്ടുള്ള രൂപത്തിലേക്ക് മാറിയത്. അത് ഡോക്ടർ ശാലിനിയുടെ ക്ലിനിക്കിലാണ് ചെയ്തത്. ആ ക്ലിനിക്കാകട്ടെ ഇവളുടെ മുഖം വെച്ചിട്ട് മാഗസിനിൽ ഒരു പരസ്യവും കൊടുത്തിരിക്കുന്നു. ഡയറക്ടർ രാജേഷിന്റെ ഒരു മൂവിയിൽ അവൾ ലീഡ് റോൾ ചെയ്യാനിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഡയറക്ടർ പറഞ്ഞിട്ടാണ് അവൾ അവളുടെ സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെന്റ് എടുത്തത്. പക്ഷെ ഇപ്പോ അവളെ ലീഡ് റോളിൽ നിന്ന് മാറ്റിയിട്ട് പ്രൊഡ്യൂസറിന്റെ മകളെയാണ് നായികയാക്കിയിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ പേര് സന എന്നാണ്. എന്നാൽ ബാഡ്മിന്റൺ പ്ലെയർ PV സിന്ധുവിന്റെ ബയോപിക് ആയിരുന്നു ആ ഒരു മൂവി. ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് തന്റെ നല്ല ഡാർക്ക് ആയിട്ടുള്ള സ്കിന്നാണ് വെണ്ണിലെ ഇപ്പൊ കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കിയത്. അതേസമയം ഇവിടെ സന എന്ന് പറയുന്ന പ്രൊഡ്യൂസറിന്റെ മകൾക്ക് നല്ല വൈറ്റ് ആയിട്ടുള്ള സ്കിന്നായിരുന്നു. അത് മേക്കപ്പ് ഇട്ട് കുറച്ചുകൂടി ഡാർക്ക് ആക്കി എടുത്തിരിക്കുന്നു. താൻ ഇത്രയും ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് മറ്റൊരാളെ നായികയാക്കുന്നു എന്നറിഞ്ഞ അവൾ ആകെ തകർന്നുപോയി. 6 മാസമായിട്ട് താനെടുത്ത ട്രീറ്റ്മെന്റ് എല്ലാം തന്നെ വേസ്റ്റ് ആയതറിഞ്ഞിട്ട് അവൾ ആകെ ഭ്രാന്ത് പിടിക്കുന്നു. ഇവര് പറഞ്ഞിട്ടായിരുന്നു അവൾ അതെല്ലാം ചെയ്തത്. ഇതെല്ലാം തന്നെ ആ ക്യാമറയിലൂടെ ധ്രുവും കൂട്ടരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഡയറക്ടർ കൂടി വന്നു കഴിഞ്ഞപ്പോ അവളാകട്ടെ ഡയറക്ടറുമായിട്ടും വഴക്കുണ്ടാക്കുന്നു. അവളെ വെച്ച് അയാൾ ഓൾറെഡി തന്നെ ചെറിയൊരു പൈലറ്റ് ഫിലിം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലവളുടെ ആക്ടിങ് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് അവളെ ഇതിൽ നായികയാക്കിയത്. പിന്നെ എന്താണ് ഇങ്ങനെ മാറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് പ്രൊഡ്യൂസറിന്റെ മകളെ വെച്ച് അഭിനയിപ്പിക്കാനാണ് ഇപ്പൊ പറയുന്നത്. അതിൽ ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾ പറയുകയും അയാൾ കൈയൊഴിയുകയും ചെയ്തു. അവളെ ഇനി ആക്സസ് ഇല്ലാതെ അകത്തേക്ക് വിടരുതെന്ന് സെക്യൂരിറ്റിയോട് വാൺ ചെയ്തിട്ടാണ് അവളെ അവിടെ നിന്ന് പുറത്താക്കുന്നത്. എന്നാൽ ആ സന എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നുണ്ട് നീ അഭിനയിച്ച പൈലറ്റ് ഫിലിം ഞാൻ കണ്ടിരുന്നു, നല്ല ആക്ടിംഗ് ആണ്, എനിക്ക് നിലയിൽ നിന്നൊക്കെ കുറച്ച് പഠിക്കാനുണ്ടെന്ന്. തന്റെ വീട്ടിൽ വന്നിട്ട് തന്നെ കുറച്ചുകൂടി ആക്ടിംഗ് പഠിപ്പിക്കണമെന്നും ഈ പെൺകുട്ടി പറയുന്നുണ്ട്. മാത്രമല്ല വൈകിട്ടൊരു ലോഞ്ച് പാർട്ടി നടക്കുന്നുണ്ട്, അതിൽ നീ എന്തായാലും വരണമെന്നും കൂടി പറഞ്ഞിട്ടാണ് വെണ്ണിലെ ആ പെൺകുട്ടി അവിടെ നിന്നും പറഞ്ഞയക്കുന്നത്. വെണ്ണിലെ നല്ല ദേഷ്യത്തിലാണ് പുറത്തേക്ക് പോകുന്നത്. ഇതെല്ലാം തന്നെ ശ്രുതിയും ധ്രുവും ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചു ദൂരം വെണ്ണിലെ ഫോളോ ചെയ്ത് അവർ പോയെങ്കിലും ഇടയ്ക്ക് ട്രാഫിക്കിൽ വെച്ചിട്ട് അവളെ മിസ്സായി. അതേസമയം ധ്രുവ ആകട്ടെ അറിവിനെ വിളിച്ചിട്ട് താൻ പറയുന്ന അഡ്രസ്സിലേക്ക് പോകാൻ പറയുന്നു. വെണ്ണിലയുടെ വീട്ടിലേക്കായിരുന്നു അവനോട് പോകാൻ പറഞ്ഞത്. എന്നാൽ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരും ഇല്ലാന്നാ തോന്നുന്നതെന്ന് അവൻ പറയുന്നു. അവൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ കുറച്ചു കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെച്ചിരുന്ന വെണ്ണിലയുടെ ഫോൺ ഓൺ ആവുകയും ലൊക്കേഷൻ ഇവർ കണ്ടെത്തുകയും ചെയ്യുന്നു. അതേസമയം കില്ലർ ആകട്ടെ കാർ എടുത്തുകൊണ്ട് പോകുന്നതായിട്ടും കാണിക്കുന്നു. വെണ്ണിലയുടെ ഫോണിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അവർ എത്തുന്നത് ആ ലോഞ്ച് പാർട്ടിയിലേക്കായിരുന്നു. അവിടെ ആകട്ടെ സനയും ആ ഡയറക്ടർ രാജേഷും പ്രൊഡ്യൂസറും എല്ലാം തന്നെയുണ്ട്. കൂടെ അവിടെ സനയുടെ ഫോട്ടോഷൂട്ട് നടത്തുന്ന കാർത്തികിനെയും കാണുന്നു. കാർത്തികിനോട് ധ്രുവ് ചോദിക്കുന്നുണ്ട് നീ എടുത്ത ആ മാഗസിനിലെ ഫോട്ടോസ് ഒക്കെ നല്ലതായിരുന്നു, ആ പെൺകുട്ടിയെ നിനക്ക് അറിയാമോ എന്ന്. താൻ അവളെ ആദ്യം കണ്ടത് ഒരു മെഡിക്കൽ ഷോപ്പിലാണ്. അവളുടെ കണ്ണ് നല്ല യൂണിക്കായിട്ട് തോന്നി. കൂടാതെ അവളുടെ ഒരു ഫോട്ടോഷൂട്ട് നടത്തണമെന്നുള്ള ആഗ്രഹം കൂടി തോന്നി. അവളുടെ ആദ്യത്തെ കുറെ ഫോട്ടോസ് ഒക്കെ ഇവൻ ഒളിച്ചിരുന്നാണ് എടുക്കുന്നത്. അതെല്ലാം കണ്ട് അവൾ ചൂടാകുന്നു. എന്നാൽ അവനെടുത്ത ഫോട്ടോസ് കണ്ടപ്പോ അവൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അവൻ കുറെ തവണ സംസാരിച്ചാണ് അവളെ മോഡലിംഗിലേക്ക് കൊണ്ടുവരുന്നത്. പതിയെ പതിയെ അവൾക്കും അത് ഇഷ്ടമായി തുടങ്ങി. അങ്ങനെ കാർത്തിക് വഴിയാണ് രാജേഷിന്റെ അടുത്തേക്ക് വെണ്ണില എത്തുന്നത്. അയാളുടെ പൈലറ്റ് ഫിലിമിൽ അവളെ നായികയാക്കുകയും ചെയ്തു. അങ്ങനെ പതിയെ പതിയെ കാർത്തിക്കിനോട് വെണ്ണിലേക്ക് ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. അവൾ അവനെ പ്രപ്പോസും ചെയ്യുന്നു. അവന് വേണ്ടിയിട്ട് അവള് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു ആ ഒരു ചെയിൻ. എന്നാൽ കാർത്തിക് ആകട്ടെ വെണ്ണിലെ അങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനാകട്ടെ അത് റിജക്ട് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ അവള് പറയുന്നുണ്ട് ഞാൻ എന്തായാലും നിനക്ക് വേണ്ടി വാങ്ങിയതല്ലേ, നീ തന്നെ വെച്ചോളാൻ. നീ റിജക്ട് ചെയ്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം എന്റെ എക്സ് ബോയ് ഫ്രണ്ട് എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തതാണിത്. പക്ഷെ അവനും എന്നോട് പ്രണയമൊന്നും ആയിരുന്നില്ല. വർക്കിന് വേണ്ടി മാത്രമാണ് അവനും എന്നെ യൂസ് ചെയ്തത്. ഇവിടെ വെച്ച് കണ്ടപ്പോ അവൾ നിന്നോട് സംസാരിച്ചൊന്ന് ചോദിച്ചപ്പോൾ കാർത്തിക് പറയുന്നുണ്ട് ജസ്റ്റ് ഹായ് പറഞ്ഞു, ഞാനാണ് അവളെ ഇഗ്നോർ ചെയ്തതെന്ന്. ഇതോടുകൂടി ധ്രുവിന്റെ ഉള്ള സംശയങ്ങൾ കൂടിക്കൂടി വരുന്നു. ഇവിടെ വെണ്ണിലയുടെ വീടിന്റെ അടുത്തായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ അറിവ് കാണുന്നുണ്ട് ആ വീട്ടിലേക്ക് ഒരു ഡെലിവറി ബോയ് വരുന്നത്. മേഘയുടെ വീട്ടിലേക്കല്ലേ ഇത് തരേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ഡെലിവറി ബോയ് ആരുടെയോ കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ വീടിന്റെ ഡോറിന് മുട്ടുമ്പോൾ ഡോർ തുറന്ന് അയാളുടെ കയ്യിൽ നിന്ന് ആ സാധനം ആരോ വാങ്ങിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഡോർ അടിച്ചു. ഇതെല്ലാം തന്നെ അറിവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ വിചാരിച്ച പോലെയല്ല, ആ വീടിനുള്ളിൽ ആരൊക്കെയുണ്ട്. അവൻ പതിയെ പോയി ഡോർ തുറന്നു നോക്കുമ്പോൾ തുറന്നു കിടക്കുകയാണ്. അവൻ ഉള്ളിലേക്ക് കയറിയതും 3 പേർ ചേർന്ന് അവനെ അടിച്ച് ബോധം കെടുത്തുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു വീപ്പയിലേക്ക് അവനെ ഇറക്കിയിട്ട് ആ വെള്ളത്തിൽ മുക്കി വെക്കുകയാണ്. ഇവിടെ കാർത്തിക് ആകട്ടെ ധ്രുവനോട് പറയുന്നുണ്ട് വെണ്ണില നല്ലൊരു ആക്ടറായിട്ട് വരേണ്ടതാണ്, അല്ലെങ്കിൽ നല്ലൊരു മോഡലായിട്ട്. പക്ഷെ ഇവളുടെ ഫേസ് വെച്ചിട്ട് തെറ്റായിട്ടുള്ള കുറച്ച് ആഡ്സ് ഒക്കെ പുറത്തു വന്നു. എന്ത് തരത്തിലുള്ള ആഡ്സ് ആണെന്ന് ചോദിക്കുമ്പോൾ അതൊരു സ്കിൻ ക്ലിനിക്കിന്റെ ആഡാണെന്നാണ് അവൻ പറയുന്നത്. ആ ആഡ് കണ്ടു കഴിയുമ്പോൾ ധ്രുവന് മനസ്സിലായി അടുത്തിടെ മരിച്ച ശാലിനിയുടെ ക്ലിനിക്കിലെ തന്നെ ആഡാണതെന്ന്. ഇപ്പൊ ധ്രുവന് ചില കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ധ്രുവ ആ ആഡ് എടുത്ത ശേഷം അതിലെ ഫേസ് ആകട്ടെ പഴയ പോലെ 2 സൈഡും ഡാർക്ക് ആക്കി മാറ്റുന്നു. അതിനുശേഷം കുറച്ച് ഹെയർസ് എല്ലാം തന്നെ മാറ്റിവെച്ച് നോക്കുമ്പോൾ ധ്രുവിന് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നു. വെണ്ണിലി ഇപ്പൊ കാണുന്ന രൂപമല്ല അവളുടെ യഥാർത്ഥ രൂപം. ഷോർട്ട് ഹെയർ ആയിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു അവൾ ആദ്യം. ഇവിടെ അതേസമയം നമ്മുടെ അറിവാകട്ടെ ആ വീപ്പയിൽ കുറച്ചുനേരം ഇരുന്ന ശേഷം അവൻ പിന്നീട് സ്വബോധം വീണ്ടെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം അടിച്ചു വീഴ്ത്തുന്നു. അവിടെ ഒരു സീക്രട്ട് റൂം ഉണ്ടായിരുന്നു. ആ റൂമിലേക്ക് കയറുമ്പോൾ അവനെന്ന് ആ കില്ലറിന്റെ റൂമിൽ കണ്ട അതേ സെറ്റപ്പ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന റൂമിലും ഉണ്ടായിരുന്നത്. ആ കില്ലറിന്റെ ഡയറി അവൻ കണ്ടുപിടിക്കുന്നു. ഇവിടെ നമ്മുടെ ധ്രുവാകട്ടെ വെണ്ണിലയുടെ പഴയ ഫോട്ടോ വെച്ചിട്ട് തങ്ങളുടെ ക്രൈം ലിസ്റ്റിലെല്ലാം തന്നെ ചെക്ക് ചെയ്യുമ്പോൾ അവളുടെ യഥാർത്ഥ ഫോട്ടോയും യഥാർത്ഥ പേരും കണ്ടെത്തുന്നു. മേഘ എന്നായിരുന്നു അവളുടെ
പേര്. അതേ ടൈമിൽ തന്നെ ആ കില്ലറിന്റെ റൂമിൽ നിന്നും കണ്ടെത്തിയ ഫോട്ടോയും നമ്മുടെ അറിവ് അയാൾക്ക് അയച്ചു കൊടുക്കുന്നു. രണ്ടും ഒരേ വ്യക്തി തന്നെ. അതായത് വെണ്ണില എന്ന പേരിൽ ഇപ്പൊ ഇവിടെയെല്ലാം നിൽക്കുന്ന മേഘയാണ് യഥാർത്ഥ കില്ലർ. ഇനി ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നമ്മുടെ ധ്രുവിന്റെ മകളെ റാഗ് ചെയ്ത് സാധിക്കുന്ന പറയുന്ന ഒരു പയ്യനില്ലേ, ആ പയ്യൻ തന്റെ തോളിൽ നിന്ന് ഒരു മൂങ്ങയെ തൊട്ടപ്പുറത്തിരുന്ന ഒരാളുടെ തോളിലേക്ക് വെച്ചു കൊടുത്തില്ലേ, അത് ശരിക്കും ഈ മേഘയായിരുന്നു. പ്രിയോട് സാദിക്ക് ഐ ലവ് യു പറയാൻ പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഗേൾഫ്രണ്ടിന് വിഷമമാകില്ലേ എന്ന്. ആ സമയത്ത് സാദിക്കാകട്ടെ മേഘയുടെ കൂടെയായിരുന്നു. മേഘയെ കളിയാക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത് ഇവള് പെണ്ണാണോ ആണാണോ എന്ന് തന്നെ സംശയമാണെന്ന്. ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ഇല്ല, അല്ലെങ്കിൽ അവളെപ്പോലൊരു പെണ്ണിനെ ഒരിക്കലും എനിക്ക് ഗേൾഫ്രണ്ട് ആക്കാൻ പറ്റില്ല എന്നൊക്കെ. ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ മേഘയ്ക്ക് ഹേർട്ട് ആയിട്ടുണ്ടായിരുന്നു. ആ ദേഷ്യത്തിലാണ് തന്നേക്കാൾ സൗന്ദര്യമുള്ള പ്രിയയെ അവൾ കൊല്ലുന്നത്. പിന്നീട് മേഘ സ്നേഹിച്ചത് കാർത്തികിന് അവളാകട്ടെ ആ പെന്നന്റ് ഗിഫ്റ്റ് ചെയ്തു. എന്നാൽ കാർത്തിക് അവളെ റിജക്ട് ചെയ്തിട്ട് ആ ഗിഫ്റ്റ് ആകട്ടെ അവൻ സ്നേഹിക്കുന്ന രമ്യക്ക് അണിഞ്ഞു കൊടുക്കുന്നു. ആ ദേഷ്യത്തില് അവളാകട്ടെ രമ്യയും കൊന്നു. പിന്നീട് തന്റെ ഫേസ് വെച്ചിട്ട് ആടുണ്ടാക്കി തന്നെ നാണം കെടുത്തിയ ആ ഡോക്ടറായിട്ടുള്ള ശാലിനെയും കൊന്നു. ഇപ്പോൾ അവളുടെ ഓപ്പർച്യൂണിറ്റി തട്ടിയെടുത്ത സന എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അവളുടെ അടുത്ത ലക്ഷ്യം. സനയും മേഘയും ഇപ്പൊ ഇവിടെ തന്നെയുണ്ട്. ധ്രുവും കൂട്ടരും അവരെ അന്വേഷിച്ച് നടക്കുമ്പോൾ മേഘയാകട്ടെ സനയുടെ ബാക്കിലൂടെ പോയി അവളുടെ കഴുത്തിലും ആ ഒരു ഡ്രഗ് ഇഞ്ചക്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് ധ്രുവ് അവളെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ സനയെ രക്ഷിക്കുകയും ചെയ്തു. തന്റെ നിറത്തിന്റെയും ഭംഗിയില്ലായ്മയുടെയും പേരിൽ അവൾ ഒരുപാട് ടോർച്ചർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. സൗന്ദര്യമുള്ള ആൾക്കാരെ വെച്ചിട്ട് അവളെ എപ്പോഴും മറ്റുള്ളവർ കമ്പയർ ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാവരും അവളെ അവരവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നു. ആരും സീരിയസ് ആയിട്ട് അവളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പിലായില്ല. ആദ്യം പ്രിയയെ കൊല്ലുന്നു, പിന്നീട് തന്നെ കളിയാക്കുകയും തന്റെ കൂടെ റിലേഷൻഷിപ്പിലാണെന്ന് പുറമെ കാണിച്ച് തന്റെ ശരീരം മാത്രം ആസ്വദിച്ചുകൊണ്ടിരുന്ന സാദിക്കെന്ന് പറയുന്ന അവളുടെ കാമുകനെ അവൾ കൊന്നു. മൂന്നാമത് രമ്യ, നാലാമത് ആ ഡോക്ടർ. അങ്ങനെ ഓരോരുത്തരെയായിട്ട് അവൾ അവളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കി. ഇതെല്ലാം അവളുടെ റിവഞ്ച് ആയിരുന്നു. അതിനു വേണ്ടിയിട്ട് അവളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ ഡ്രഗ്സ് എല്ലാം തന്നെ വിൽക്കുന്ന ആൾക്കാരായിരുന്നു അവളുടെ വീട്ടിലുണ്ടായിരുന്നത്. ആ വീട്ടിൽ നിന്നും വലിയൊരു രീതിയിൽ ഡ്രഗ്സ് ശേഖരം തന്നെ പോലീസ് പിടികൂടി. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.